ഹലോ ഓൾ. അപ്പോൾ ഞാൻ ഇന്നൊരു സ്ട്രോബെറി ജാം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പിയും എൻ്റെ അല്ല, വീഡിയോയും എൻ്റെ അല്ല. എൻ്റെ ഒരു അരുണിമ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ നിന്ന് കടം വാങ്ങിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ട്രോബെറി ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് ഒരു തവ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ സ്ട്രോബെറിയുടെ ഈ പ്യൂരി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ചൂടിൽ കിടന്നത് നന്നായിട്ടൊന്ന് കുക്കാവണം. അതിൻ്റെ പച്ച ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടിങ്ങനെ നമ്മളൊരു സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു പരുവം എത്തുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പിന്നെയും ഇതേപോലെ ഇങ്ങനെ സ്പാച്ചുല വെച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നന്നായിട്ട് ചുരുങ്ങി വെള്ളമൊക്കെ വറ്റി ആ ഒരു ജാമിൻ്റെ ഫോർമാറ്റിലേക്ക് ഇങ്ങനെ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്പാച്ചുല വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഫോർമാറ്റ് എത്തുന്നത് വരെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ജാം, കാണാനും നല്ല ഭംഗിയുള്ള സ്ട്രോബെറി ജാം, കഴിക്കാനും നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറി ജാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.